ഹലോ വെൽക്കം ബാക്ക് ടു റിജിനാസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഇനി ഇഫ്താറൊക്കെ അല്ലേ വരുന്നത്, അതുപോലെ തന്നെ ചൂടുള്ള സമയമാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലുള്ളൂ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 പീസ് മതിയാകും. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. പിന്നെ ഇതിലോട്ട് വേണ്ടത് കസ്കസാണ്. ഇത് ഞാനിവിടെ സോക്ക് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പുഴുങ്ങി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത്. പിന്നെ ഇതാ 2 വലിയ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1 ലിറ്റർ പാലാണ്. ഇതിതാ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് മിക്സിയിൽ അടിച്ചെടുത്ത ഈ ക്യാരറ്റ് നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ മുന്നേ കാണിക്കാൻ മറന്നതാണ്. സാഗോ റൈസാണ്, സാബുനരി. അതൊരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അത്ര മതിയാകും. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒരു 1 മിനിറ്റും കൂടി നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇനിയൊരു ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമുക്കിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത ഇതിലോട്ട് കസ്കസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാനിവിടെ കുതിർക്കാൻ വെച്ചിരുന്നത്. അത് ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പഴം കട്ട് ചെയ്തെടുത്തതും അതും കൂടി ചേർത്ത് കൊടുക്കാം. ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഇഫ്താർ സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോയ്ക്ക് ഒന്ന് കാണാം. അപ്പോൾ അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.